ഡേ 2 ഈ വീഡിയോയിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പുറത്ത് പോയി ഏകദേശം ഒരു 10:45 ഞങ്ങൾ തിരിച്ചെത്തി. വീഡിയോ ലെങ്ത് ആവുകയാണെങ്കിൽ പാർട്ടായിട്ടായിരിക്കും ഇടുക. കുറച്ചും കൊണ്ടുവരുന്നത് അത് തരാം. വൈറ്റമിൻ സി സിറപ്പ് തന്നിട്ടുണ്ട്. എന്തായാലും 4 ദിവസം കൂടി ഇതെങ്കിലും കഴിക്കണ്ട, അതൊരു ഭാഗ്യം. സാധനം 2 സെറ്റ് അയച്ചിട്ടില്ല. ആദ്യം ഇത് മാറ്റണം, കുഞ്ഞുങ്ങളെ മേൽ തുടച്ചിട്ട് ഡ്രസ്സ് മാറ്റണം. അല്ലി ഒഴിക്കണ്ടേ? അല്ലി ഒഴിക്കണ്ട കുറച്ച്. ഇത് കൊടുക്ക്. വേണ്ട, ഐസ് മാറ്റണല്ലോ. അല്ല പാമ്പസ് മാറ്റാം. ചോട്ട് ഡ്രസ് കഴിക്കണേ. ആദ്യം പുള്ളിക്കും ഹാൻഡ് ഓവർ ചെയ്തു ഡ്രസ്സ് മാറ്റിലൊക്കെ. അത് മാറ്റാം. ഈ പാമ്പേഴ്സേ നന്നായി ഫുള്ളായിട്ടാട്ടോ ഇവിടെ പാമ്പേഴ്സ് മാറ്റാറുള്ളൂ. അത് ഞാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് അതിൻ്റെ കാരണങ്ങൾ പറയാം. പാമ്പേഴ്സ് എന്താ ഇപ്പോഴും യൂസ് ചെയ്യുന്നത്, ഇത്ര ഫില്ലാകാൻ ഇതിനെ കാത്തു നിൽക്കുന്നതൊക്കെ പറയാം. കാരണം കമൻറ്റുകളുണ്ട് ഇങ്ങനെ ഭയങ്കര ഫുള്ളായിട്ടുണ്ടല്ലോ, വീഡിയോസിലൊക്കെ കാണാറുണ്ടല്ലോ. അപ്പം യൂറിൻ ഫുള്ളായിട്ട് ഞാൻ മാറ്റാറുള്ളൂ. അത് ഞാൻ സെപ്പറേറ്റ് ഒരു വീഡിയോ ആയിട്ട് തന്നെ ചെയ്യാം കേട്ടോ. രണ്ടുപേരും ഒന്ന് വൈപ്പ് വെച്ച് തുടച്ച് ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് വേണം മരുന്ന് കൊടുക്കാനായിട്ട്. അപ്പോൾ സമയം എന്ന് പറഞ്ഞാൽ നിൽക്ക് സമയമായിട്ട് പറയട്ടെ. ട്യൂസ്ഡേ January 2, 2024 അല്ലേ, 1 മണി 1 AM, അതായത് ന്യൂ ഇയർ കഴിഞ്ഞ് സെക്കൻഡ് ഡേ. അമ്മ അത് കഴിഞ്ഞു. കൈയെടുത്തോ, സ്റ്റോപ്പ് ചെയ്തു, കൈയെടുത്തോ. അടുത്ത വീഡിയോ ഡ്രസ്സ് ഇരിക്കണ്ടേ? കുഞ്ഞു കടല അവിടെ നിന്ന് വീട്ടിൽ വീടല്ലേ ഉറപ്പ് വരും. അപ്പം എനിക്ക് എത്ര മക്കളാന്ന് ചോദിച്ചത്. അതെ, ഇത് ഈ ബ്ലാക്ക് ടീഷർട്ട് എൻ്റെ മൂത്ത മോൻ, അതെൻ്റെ രണ്ടാമത്തെ മോൻ, ഇതെൻ്റെ മൂന്നാമത്തെ 2 മക്കള്. അങ്ങനെ മൊത്തം 4 കേട്ടോ. ഈ മരുന്ന് കഴിപ്പിക്കലാണ് ഒരു പ്രധാന പ്രശ്നം. ഇങ്ങനെ ഓരോ വീഡിയോ എടുക്കുമ്പോൾ ഒന്നും എനിക്ക് ചോട്ട് കരയും. ചോട്ടിൻ്റെ മുഖഭാഗമൊക്കെ മാറിക്കും. അപ്പോൾ ആൾക്കാർ പറയും, അയ്യോ ആ കൊച്ചിനെ നോക്കുക, കൊച്ചിന് വിഷമമായി ഫീൽ ചെയ്യാൻ, കൊച്ചു ചോട്ടിനെ കുറച്ച് അല്ലാന്നുണ്ടെങ്കിലുണ്ടല്ലോ ഇവരെന്തെങ്കിലും കുറുമ്പ് കാണിക്കണമെങ്കിൽ അവർ അതൊക്കെ കുറുമ്പനാണെന്നോ എന്ന് പറയും. ചോട്ടിനും വീഡിയോയുടെ സങ്കടഭാഗങ്ങളും ഒക്കെ ചോട്ട് ഇടയിൽ എന്തെങ്കിലും. ഇതാണ് നമ്മളിപ്പോൾ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാനുള്ള മരുന്നുകൾ. ഇത്രയും മരുന്ന് നമ്മൾ കൊടുത്തിരുന്നില്ല അല്ലേ. നമ്മൾ ആദ്യം കൊടുത്തിരുന്ന പനിക്കും പിന്നെന്താ പനി മാത്രം, പനിയുടെ പിന്നെ ജലദോഷത്തിൻ്റെ മാത്രം. അത് മൂക്കിലൊഴിക്കുന്ന സലൈൻ ഡ്രോപ്സ്. അത് ഇപ്പോൾ ചുമ കണ്ടിന്യൂസ് ആയിട്ട്, അത് ചുമ അത്ര നല്ലൊരു ചുമയല്ല അവർക്ക്. ഇപ്പോൾ ദിവസത്തിൽ 4-5 ദിവസം കഴിഞ്ഞപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ നിൽക്കും. ഫീവറും ഉണ്ട്, ചുമ ഇന്നിപ്പോൾ കൺട്രോളായി കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മൾ ഇനിയും അങ്ങനെ വെച്ചുകൊണ്ടിരിക്കാൻ പാടില്ല. അതുകൊണ്ട് അതിനുള്ള കൃത്യമായിട്ടുള്ള മരുന്നുകൾ നമ്മൾ ഡോക്ടർ നിർദ്ദേശപ്രകാരം കൊടുക്കുകയാണ്. അതുകൊണ്ടാണ് ഇത്രയും, അല്ലെങ്കിൽ എന്തിനും ഇത്രയും മരുന്നെന്നല്ല, നമ്മൾ ശ്രദ്ധിക്കണം. കാരണം അത്രയും സാധാരണ പനികളൊന്നും അല്ല ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു കാലഘട്ടം അത്രയും മോശമാണ്, കോവിഡും ഒക്കെയുള്ളൊരു കാലഘട്ടമല്ലേ. അപ്പം നമ്മൾ കറക്റ്റായിട്ട് പ്രിക്കോഷൻസ് എടുത്തില്ല എന്നുണ്ടെങ്കിൽ അത് അല്ലേ കുറച്ചും കൂടെ അപകടത്തിലേക്ക് നമ്മൾ കൊണ്ടെത്തിക്കും. കാരണം ഇപ്പോൾ ദിവസം 4 ദിവസത്തോളം കുഞ്ഞുങ്ങൾ ഭക്ഷണം അല്ലേ പാൽ കുടിക്കുന്നുണ്ടായിരുന്നില്ല. ആകെ ബ്രസ്റ്റ് ഫീഡ് മാത്രം മതി. ഭക്ഷണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പുറകോട്ടായിരുന്നു കേട്ടോ. ചുമ കേട്ടോ. എന്തായാലും എനിക്ക് തോന്നുന്നു ഇനി ഒരു ദിവസത്തിനുള്ളിൽ 1.5 ദിവസത്തിനുള്ളിൽ റിക്കവറി വരുമായിരിക്കില്ല. അപ്പോൾ റിക്കവറി വരും നമുക്ക് പ്രതീക്ഷിക്കാം. മൾട്ടി വൈറ്റമിൻ്റെ സിറപ്പ് ഡോക്ടർ തന്നു. കാരണം എന്താണെന്നറിയോ, ഒരു സാധനം കുഞ്ഞുങ്ങൾ അങ്ങനെയല്ല. അവരിപ്പം പനിയൊക്കെ ആണെങ്കിലും എന്തെങ്കിലുമൊക്കെ ഫ്രൂട്ട്സ് കഴിക്കാനൊക്കെ ഇഷ്ടമുള്ള കുഞ്ഞുങ്ങളായത് ഒന്നും ചെയ്യുന്നില്ല, ബ്രസ്റ്റ് ഫീഡ് മാത്രമല്ല. അപ്പോൾ അങ്ങനെ പറഞ്ഞപ്പോൾ മൾട്ടി വൈറ്റമിൻ സ്റ്റാർട്ട് ചെയ്തു. ഇമ്മ്യൂൺ സിസ്റ്റം ബൂസ്റ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് മൾട്ടി വൈറ്റമിൻ ആവശ്യമാണ്. അതിപ്പോൾ വലിയ ആൾക്കാരാണെന്നുണ്ടെങ്കിലും പനിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ മൾട്ടി വൈറ്റമിൻ അത് ഫുഡ് വഴി തന്നെ നിങ്ങൾ ഇൻടേക്ക് എടുക്കണം കേട്ടോ. പിന്നെ കുഞ്ഞുങ്ങളാണ് അവരെടുക്കുന്നില്ലെങ്കിൽ ഡോക്ടേഴ്സ് നമുക്ക് മൾട്ടി വൈറ്റമിൻ സിറപ്പ് തരും ഇമ്മ്യൂൺ സിസ്റ്റം ബൂസ്റ്റ് ചെയ്യാൻ. ഇനി ഇവിടെ മരുന്ന് കൊടുക്കൽ അംഗമാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. അല്ലു ആദ്യമായിട്ട് ഭയങ്കര സെറ്റ്. ഇതാണ് അല്ലു ആദ്യമായിട്ട് സെറ്റാനുള്ള കാരണം എന്താണെന്നൊക്കെ ഞാൻ പിന്നീട് ഒരു വീഡിയോയിൽ പറയാം. അച്ഛമ്മ ഭയങ്കര ടഫ് അവിടെ മരുന്ന് കൊടുക്കുന്ന ഡ്യൂട്ടി. ഞാൻ പിടിക്കേണ്ടി വരുമോ? പൊന്നെ വെരി ഗുഡ് തങ്കോ. തല പില്ലോയിൽ വെച്ചിട്ട് ഒക്കെ കൊടുക്കണോ?
കൊടുത്ത് മരുന്ന് മാറ്റാതെ അച്ഛന് കൊടുത്തോ, അച്ഛന് കൊടുത്തോ. ഇതല്ല ഇത് അച്ഛന് കൊടുത്തോ. 3 മമിത അവന് പിടിക്കേണ്ടി വരും, അപ്പൊ അവന് പിടിക്കേണ്ടി വരും. അപ്പൊ കൈ പിടിക്കാതെ വേറെ ഓപ്ഷൻ ഇല്ല നമുക്ക്. എങ്ങനെയും ഒന്ന് മരുന്ന് കഴിപ്പിച്ചില്ലെങ്കിലേ. അതന്നെ രണ്ടുപേര് പിടിച്ചാലും കുഞ്ഞുങ്ങൾക്ക് മരുന്ന് കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ ഒറ്റയ്ക്കാവുമ്പോൾ ഇവർക്ക് മരുന്ന് കൊടുക്കാൻ എനിക്ക് പറ്റില്ല. എങ്ങനെ ഞാൻ കൊടുക്കും ഇത്രയും മരുന്നുകൾ ഇതുങ്ങൾക്ക്? അപ്പോൾ നാളെ ആരെങ്കിലും വന്നിട്ട് തന്നെ പറ്റുള്ളൂ. ആദ്യം സ്കൂളിൽ പോയിട്ട് വരട്ടെ. പുള്ളി എന്തായാലും പാലക്കാട് എത്തുമ്പോൾ രാത്രി 9 മണിയൊക്കെ കഴിയും വരാനായിട്ട്. ഒറ്റയ്ക്ക് മരുന്ന് കൊടുക്കുന്നത് വല്ലാത്ത ടഫ് തന്നെയാണ്. സമയം എത്രയായി? 1:20 AM ആണ്. സൈഡായ ഞാൻ ബാത്റൂമിൽ പോട്ടെ കേട്ടോ. എന്തായാലും അവിടെ സൈലൻ്റായിട്ട് മൊബൈലൊക്കെ ഇരിക്കുന്നത് നേരം കൊണ്ട് ഇരുന്ന് ബാത്റൂമിൽ പോട്ടെ പ്ലീസ്. ഞാൻ പോയി വരുന്നെങ്കിൽ ഇവരിങ്ങനെ ഒന്ന് പിടിക്കണേ. വൈകുന്നേരം മുട്ട കൊടുക്കാത്തതുകൊണ്ട് 3:30 മണിക്ക് മുട്ടയും ചപ്പാത്തിയും കൊടുക്കേണ്ട അവസ്ഥ വന്നു. ഞാൻ മനഃപൂർവ്വം മുട്ട ഉണ്ടാക്കാത്തതല്ലോ. അമ്മ മുട്ട പൊരിച്ചു തരാം. മുട്ട പൊരിച്ചു തരാം. കുഞ്ഞുറങ്ങണില്ലേ? ഫുഡ് വേണോ? ഈ പുലർച്ചെ 3:30 മണിക്ക് ഫുഡ് തരുമ്പോൾ കഴിച്ചൂടെ? മുട്ട ഉണ്ടാക്കി തന്നെ മമ്മി മുട്ട ഉണ്ടാക്കി തന്നില്ല. ബേബീസിന് കുഞ്ഞാവൊക്കെ അല്ലൂനും അച്ഛനും വയ്യാത്തോണ്ടല്ലോ പൊന്നാ. ഒരു മനസ്സോട്ട് ഉറങ്ങണില്ല. പിന്നെ എങ്ങനെയാണ് മമ്മി ഇവിടുന്ന് എണീറ്റ് പോയിട്ട് തരാ? പിന്നെ നാളെ സ്കൂളിൽ പോകണ്ടേ കുട്ടിക്ക്? ഇന്നോ പോയില്ല. സ്കൂളൊക്കെ ഉണ്ട്. സ്കൂൾ തുറന്നു. കുഞ്ഞ് സമയം 3:30. നാളെ 3:00 ആയിരത്തി മണിക്ക് പാലക്കാട് വന്ന്. അച്ഛനെ അവർ കുടിക്കാറില്ല അല്ലേ? സിപ്പറിൽ ശീലിച്ച് വരുന്നേ ഉള്ളൂ. നമ്മൾ സിപ്പർ ആദ്യമായിട്ട് ട്രൈ ചെയ്യണം. ഫീഡിംഗ് ബോട്ടിലാണ് ഇത്ര നാളായിട്ട് കൊടുത്തോണ്ടിരിക്കുന്നത്. ഇത് ശരിക്കും ഇതിനകത്ത് 1/2 ഗ്ലാസ് പാലേ ഉള്ളൂ. ബാക്കി ഫുള്ള് ഈ ഒരു കുപ്പിയിലേക്ക് ആ കുപ്പി നിറയെ വെള്ളമാണ് എടുത്തത്. പിന്നെ കുഞ്ഞുങ്ങൾ ഇത് ചൂണ്ടിക്കാട്ടിയിട്ട് കരയുക. അപ്പോൾ വേറൊരു ഓപ്ഷൻ ഇല്ല കൊടുക്കാതെ. മാത്രമല്ല ഒന്നും കഴിക്കുന്നില്ല. എനിക്കത് 3-4 ദിവസത്തോളമായി ഈ കണ്ടീഷൻ. അപ്പോൾ ഒന്നും കഴിക്കാണ്ടിരിക്കുമ്പോൾ തന്നെ ഒരു പകുതിയായി ഇപ്പം തന്നെ. കുഞ്ഞുങ്ങൾക്ക് പെട്ടെന്ന് ബാധിക്കുമല്ലോ. പിന്നെ വെള്ളമൊക്കെ കുടിച്ചെങ്കിൽ ജലാംശം അതിൻ്റെ കുറവുണ്ടാകും. ഫ്ലൂയിഡ് ഇൻടേക്ക് എടുക്കുക എന്നുള്ളത് ആവശ്യമാണ്. അപ്പോൾ അവരെന്താണോ ചോദിക്കുന്നത് അതിൽ നിന്നുകൊണ്ട് അത് മാക്സിമം ഫുള്ളായിട്ട് പാല് കൊടുക്കാതെ വെള്ളമൊക്കെ മിക്സ് ചെയ്ത് വെള്ളം തന്നെ പറയാൻ പറ്റത്തുള്ളൂ. കളർ മാത്രം ഇച്ചിരി വൈറ്റ്. ആദ്യം ഉറങ്ങി പാവം. ആദ്യം ഇവിടെ സൈഡായി. എന്താണ് ഇത് ഉറങ്ങിയിട്ടില്ല. നാളത്തെ സ്കൂളിൽ കൊണ്ടുവരണം. അതിന് നല്ല ചുമ തുടങ്ങി. അതാണ് ഇപ്പോഴും കളയാണ്. ഇപ്പോഴും ഇങ്ങനെ ആക്കി കളയാണ് കുപ്പിയുടെ ഇത്. അതാണ് ഇപ്പോൾ ഒരു കുപ്പിക്ക് നിപ്പിളില്ല. കുപ്പിക്കടി അത് കുടിച്ചോടനെ ബോട്ടിൽ കുടിച്ചോടനെ അടുത്തത് ഫീഡ് ചെയ്യണം. അതാണ് ഇവരുടെ പ്രശ്നം. ഇവർക്ക് ഒരു ബോട്ടിൽ പാല് കുടിച്ച ഉടനെ അതൊക്കെ താഴെ വെച്ച ഉടനെ വന്നിരിക്കുകയാണ്. വെറുതെ ഫീഡ് ചെയ്യുക. വെറുതെ പാല് കുടിക്കുക. തലവേദനിക്കാൻ. ഗുഡ് മോർണിംഗ്. അങ്ങനെ പുലർച്ചെ 7 മണിയായി. ഞാൻ പാലക്കാട് പോവുകയാണ്. അവർ ഇപ്പോൾ കുറച്ച് മുമ്പ് കിടന്നിട്ടേ ഉള്ളൂ. ഉറങ്ങിയിട്ടില്ല. ഇങ്ങനെ ഉറങ്ങി. അവനുറങ്ങി. അപ്പോൾ ഓക്കെ, ഞാൻ പാലക്കാട് പോകണം. പോകുമ്പോൾ 2 മണിക്കൂർ വണ്ടിയിൽ നിന്ന് ഉറങ്ങി. ഞാനും ഉറങ്ങിയിട്ടില്ല ഇന്നലെ. ഓക്കെ, ആയിക്കോട്ടെ. ചെറുത് സ്കൂൾ വിടണ്ട. ആദ്യം സ്കൂളിൽ പോകണം കേട്ടോ. ഓക്കെ, വൈകിട്ട് കാണാം. ബൈ. എനിക്ക് ഇന്ന് വൈകുന്നേരം ക്ലാസ് ഉണ്ട്. ലൈവ് ഉണ്ടോ? ഓക്കെ. അപ്പോൾ ഓക്കെ.
അപ്പൊ ഞാൻ ഗുഡ് നൈറ്റ്. ഞാൻ ഗുഡ് നൈറ്റ്. ഞാൻ ഗുഡ് മോർണിംഗ്. ഞാൻ പോണു. 1 മണിക്കൂർ ഉറങ്ങിയോ? ഇല്ല അല്ലേ? 1 മണിക്കൂർ ഉറങ്ങിയിട്ടില്ല. കണ്ണൊക്കെ കണ്ടില്ലേ? ശരി.